നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വീശിയടിക്കുന്ന എത്ര വലിയ കൊടുങ്കാറ്റായാലും അതിൻ്റെ മുകളിൽ അധികാരമുള്ള യേശുവുമായി നിരന്തരമായൊരു സമ്പർക്കം പുലർത്താമെങ്കിൽ തക്ക സമയത്ത് അവൻ എഴുന്നേറ്റ് അതിനെ ശാസിച്ച് അതിനെ വിസ്പർ പോലെ കളെ ഒന്നുമില്ലാതാക്കി കളെ. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ തിങ്കൾ മുതൽ വെള്ളി വരെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരാണ് നിങ്ങളിൽ ഒട്ടുമിക്ക പേരുമെന്ന് എനിക്കറിയാം. ചിലർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്കിപ്പായിപ്പോയി, സാരില്ല. പക്ഷേ അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത് കാണാൻ സാധിക്കും. ഓരോ ദിവസവും പ്രഭാതത്തിൽ അല്ലെങ്കിൽ പ്രദോഷത്തിൽ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, രാവിലെയോ വൈകിട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ധൈര്യമായിട്ട് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. ഈ വചനങ്ങൾ നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും. അതിശക്തനായിട്ടുള്ള ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങൾക്ക് നല്ല കാലത്ത്, ആവതുള്ള കാലത്ത് ദൈവത്തിൻ്റെ വചനത്തെ, അതായത് ബൈബിളിനെ നിങ്ങൾ ചുമന്നാൽ നിങ്ങൾക്ക് ആവതില്ലാത്ത ഒരു കാലം വരുമ്പോൾ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ ആശ്രയത്വത്തിന് മറ്റൊരാൾ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കൽ ചുമന്ന ആ ബൈബിളിലെ തിരുവചനങ്ങൾ അത് നിങ്ങളെ ചുമക്കും എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പം മുതൽ എപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ശക്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനത് പറയുമ്പോൾ തന്നെ ബൈബിളിലെ മറ്റൊരു വചനം കൂടെ ഞാൻ ഓർക്കുകയാണ്. നരക്കുവോളം ചുമക്കാം എന്ന് പറഞ്ഞ ദൈവം, നരക്കുവോളം ചുമക്കുന്ന ദൈവം. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിങ്ങൾ തളർന്നു പോയിരിക്കുന്നു, പ്രയാസപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചുമക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പക്ഷേ ഈ നല്ല പ്രായത്തിലും നിങ്ങൾ ചുമന്നാൽ ഒരിക്കലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഏത് പ്രായത്തിലും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. യെസ്, ഞാനിങ്ങനെ പ്രസംഗിച്ച് പോവുകയാണ്. പക്ഷേ എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനായ ഒരു വ്യക്തിയുടെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസർ നമുക്കുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് സാലി തോമസ് ആണ്. താങ്ക് യു ആൻറ്റി. ജൂൺ 21 സാലി തോമസിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവെ, ആത്മീകവും ശാരീരികവുമായിട്ടുള്ള കൃപകൾ ഉണ്ടാകുവാൻ, കുടുംബാംഗങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യം ഉണ്ടാകുവാൻ, അവരുടെ ബിസിനസ്സിൽ കർത്താവിൻ്റെ നന്മകൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ മറ്റൊരു കീ സ്പോൺസർ കൂടിയുണ്ട് നമുക്ക് കൂഗിൽ നിന്ന്. സന്തോഷ് കുമാർ ആൻഡ് പ്രേമജ ആണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ. അപ്പോൾ തന്നെ ഇന്ന് അവർ രണ്ടുപേരുടെ വിവാഹ വാർഷികം കൂടിയാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. ഭർത്താവും മകളും ദൈവമായിട്ട് കൂടുതൽ അടുക്കുവാനും സ്നാനമേറ്റ് കർത്താവിൽ ശക്തരായി തീരുവാൻ, കണ്ണൂരിലുള്ള സ്ഥലം നല്ല വിലയ്ക്ക് അവരുടെ വിൽപ്പന നടക്കുവാൻ, കുടുംബാംഗങ്ങളുടെ എല്ലാം ആരോഗ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ നമ്മുടെ ഈ വരുന്ന ദിവസങ്ങളിലെ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇന്നലെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ദ ഗ്യാദറിംഗ് മീറ്റിംഗ് അനുഗ്രഹപ്രദമായിട്ട് നടന്നു. അപ്പോൾ തന്നെ വരുന്ന ആഴ്ചയിൽ നമുക്ക് ദ ഗ്യാദറിംഗ് നടക്കാൻ പോകുന്നത് നമുക്ക് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ 26-ാം തീയതി മറ്റൊരു മീറ്റിംഗ് UAE വെച്ച് നടക്കുന്നു അടുത്ത ആഴ്ചയിൽ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചറിയിക്കണം. ഞങ്ങൾ അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ദുബായിൽ വെച്ച് നടക്കുന്ന മിറക്കിൾ നൈറ്റ് എന്ന് പറയുന്ന ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ പിറ്റേ ദിവസം നമുക്ക് എൻകൗണ്ടർ ഫെസ്റ്റിവൽ എന്ന പേരിൽ നടക്കുന്ന മീറ്റിംഗ് ഖത്തറിൽ വെച്ച് നടക്കുകയാണ്, ദോഹയിൽ വെച്ച് നടക്കുകയാണ്. 27-ാം തീയതി നടക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ. നാളെ രാവിലെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകിച്ചുള്ള ആരാധന നടക്കുന്നു. 10 മണിക്ക് നമ്മുടെ ആരാധന എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് ആരാധനയ്ക്കുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് കടന്നു വരിക. കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഈ ശനിയാഴ്ച ജൂൺ 20. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഡിവോഷണൽ ഡയറിയിൽ, ചിലർക്കൊന്നും ഇല്ലായിരിക്കാം, നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, തുടർന്ന് കാണാം. ഇത് കയ്യിലുള്ളവർ ജൂൺ 20 പേജ് എടുക്കുക. അവിടുത്തെ ഫോക്കസ് വേർഡ് പീസ് ഇൻ ദ സ്റ്റോം, കൊടുങ്കാറ്റിലെ സമാധാനം. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. എവിടെ? കമൻറ്റ് സെക്ഷനിൽ.
ഇപ്പോൾ ലൈവായി കാണുന്നവരും ഇതിന് ശേഷം എപ്പോൾ കണ്ടാലും ഏത് ദിവസം കണ്ടാലും ടൈപ്പ് ചെയ്യുക പീസ് ഇൻ ദ സ്റ്റോം. അതാണ് നിങ്ങളിത് കണ്ടു എന്നതിൻ്റെ തെളിവ്. അറ്റൻഡൻസ്. മർക്കോസിൻ്റെ സുവിശേഷം 4:39 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. മാർക്ക് 4:39. He got up, rebuked the wind and said to the waves, "Quiet, be still." Then the wind died down and it was completely calm. അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ എഴുന്നേറ്റു, കാറ്റിനെയും തിരമാലകളെയും ശാസിച്ചു. ശാസിച്ചു പറഞ്ഞത് ശാന്തമാകുക, അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക. അപ്പോൾ സംഭവിച്ചത് അവിടെ പറഞ്ഞിട്ടുണ്ട്. Then the wind died down. ആ കൊടുങ്കാറ്റ് ശമിച്ചു. And it was completely calm. പൂർണ്ണമായും അത് ശാന്തമായി. വാവ്. ഡെക്ലറേഷൻ നോക്കുക. The Prince of Peace rules in my heart. സമാധാന പ്രഭു എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സമാധാന പ്രഭു എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു. No storm can unsettle my spirit. ഒരു കൊടുങ്കാറ്റിനും എൻ്റെ ആത്മാവിനെ അസ്വസ്ഥമാക്കാൻ സാധിക്കുകയില്ല. കാരണം അകത്തിരിക്കുന്നത് സമാധാന പ്രഭുവാണ്. ഇന്നത്തെ ആ പേജിൽ, ജൂൺ 20 പേജിൽ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്ന് വായിക്കേണ്ട വചനഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കണേ. എന്നിട്ട് അവിടെയുള്ള ചെറിയ ബോക്സുകൾ ടിക്ക് ചെയ്യുക. പീസ് ഇൻ ദ സ്റ്റോം, കൊടുങ്കാറ്റിലെ സമാധാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുക. 1, സ്റ്റോംസ് ക്യാൻ അറൈസ് ഈവൻ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവേഷ്ടം ചെയ്യുമ്പോൾ പോലും കൊടുങ്കാറ്റ് വരാം. അതൊരു ഭയങ്കര അറിവാണ്. അതറിയണം, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണകളുണ്ടാകും. അഥവാ സ്റ്റോംസ് ക്യാൻ അറൈസ് ഈവൻ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവേഷ്ടം ചെയ്ത് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴും കൊടുങ്കാറ്റടിക്കാം. ഇവിടെ ഈ ശിഷ്യന്മാരുടെ കാര്യം പറയുവാണെങ്കിൽ, അതായത് മർക്കോസ് 4 വായിച്ച ഈ ഭാഗത്ത് യേശു കടലിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുന്നൊരു രംഗമാണ്. അവിടെ ദ ഡിസൈപ്പിൾസ് വർ ക്രോസിങ് ദ ലേക്ക് ബിക്കോസ് ജീസസ് ടോൾഡ് ദം ടു ഗോ. ഈ ശിഷ്യന്മാർ തന്നിഷ്ടം കാണിച്ചു പോയതല്ല. നമുക്കൊന്ന് നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഒന്ന് കറങ്ങി നടന്നിട്ട് വരാം. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് പോയതല്ല. യേശു കർത്താവ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. അപ്പോൾ ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ അനുസരിച്ച് കൽപ്പന അനുസരിച്ച് പുറപ്പെട്ടവരാണ്. എന്നിട്ടും കൊടുങ്കാറ്റടിച്ചു. സോ ഒബീഡിയൻസ് ഡസ് നോട്ട് എക്സെപ്റ്റ് ബിലീവേഴ്സ് ഫ്രം സ്റ്റോംസ്. അതായത് ദൈവഹിത പ്രകാരം വളരെ വചനമനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെ അനുസരിക്കുന്നുവെങ്കിൽ പോലും കൊടുങ്കാറ്റ് ഒഴിവായി പോകുന്നില്ല. കൊടുങ്കാറ്റുണ്ടാകാൻ പല പല കാരണങ്ങളുണ്ട്. അതൊന്നും അറിഞ്ഞിരിക്കുന്നതല്ല. എപ്പോഴൊക്കെയാണ് കൊടുങ്കാറ്റുണ്ടാകുക? നമ്പർ 1, ഡ്യൂറിങ് ട്രാൻസിഷൻ. ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് നാം പോകുന്ന ആ ട്രാൻസിഷൻ പീരീഡിൽ വരാം. നമ്പർ 2, ഡ്യൂറിങ് ഗ്രോത്ത്. ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ കൊടുങ്കാറ്റടിക്കാം. നമ്പർ 3, ഡ്യൂറിങ് ഒബീഡിയൻസ്. അനുസരിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റടിക്കാം. ഡ്യൂറിങ് അസൈൻമെൻറ്റ്. നമുക്ക് ദൈവം ഒരു ജോലി തന്നു, ഒരു ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു, അതിനിടയിൽ അത് വരാം. ഡ്യൂറിങ് ഡിസൊബീഡിയൻസ്. അനുസരണക്കേട് കാണിച്ചാലും വരാം. ഉദാഹരണത്തിന് യോന ദൈവത്തെ അനുസരിക്കാതെ ഓപ്പോസിറ്റ് പോയി. നിനവയിലേക്ക് പോകാൻ പറഞ്ഞു, ടാർഷീഷിലേക്ക് പോന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. അപ്പോഴും പ്രശ്നം വരാം. യോഹന്നാൻ 16:33 പറയുന്നത്, ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അഥവാ നിങ്ങൾക്ക് കൊടുങ്കാറ്റുണ്ട്, തിരമാലകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് 1 പത്രോസ് 4-11 മുതലാണെന്ന് തോന്നുന്നു അവിടെ പത്രോസ് എഴുതി വച്ചിരിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് അഗ്നിശോധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഈ കാര്യം ഓർത്ത് നിങ്ങൾ അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് നോർമൽ. എല്ലാ ക്രൈസ്തവർക്കും കഷ്ടതകളുണ്ടാകും. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം അഥവാ കഷ്ടതയുണ്ടാകും. അപ്പോൾ നമ്മൾ സാധാരണ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യം, കർത്താവേ, ഇത്രയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി നിന്നിട്ട്, ഞാൻ കൃത്യമായ ദൈവത്തിന് കൊടുത്തിട്ടും, ഒന്നൊരു പ്രാർത്ഥനായോഗം പോലും കളയാതെ ജീവിച്ചിട്ടും, കർത്താവേ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ആരെങ്കിലും ദൈവത്തോട് പരാതിപ്പെട്ടാൽ ഓർക്കുക, ഇറ്റ് ഈസ് നോർമൽ.
എല്ലാവർക്കും വരും. 34 സങ്കീർത്തനം 4 വചനത്തിൽ പറയുന്നത്, ദ ലോർഡ് ഡെലിവേർഡ് മീ ഫ്രം ഓൾ മൈ ഫിയേഴ്സ്. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. എൻ്റെ അർത്ഥം, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഈ ഭക്തനും ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തിയിൽ 27:25 കാണുന്നത്, കീപ് യുവർ കറേജ്, ഇറ്റ് വിൽ ഹാപ്പൻ ജസ്റ്റ് ആസ് ഗോഡ് ടോൾഡ് മീ. നിങ്ങൾ ധൈര്യപ്പെടുവിൻ, കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ, ദൈവം എന്നോട് പറഞ്ഞതുപോലൊക്കെ സംഭവിക്കും. ഇത് സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. 27-28 അപ്പോസ്തല പ്രവൃത്തികളുടെ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു കപ്പൽ യാത്രയാണ്. ആ കപ്പൽ യാത്രയിൽ, ഇവർ ദീർഘമായൊരു കപ്പൽ യാത്രയിൽ, പൗലോസ് അതിനകത്തുണ്ട്. പൗലോസിൻ്റെ കൂടെ ഒരുപക്ഷെ ലൂക്കോസ് കാണും, മറ്റ് ചില ഭക്തന്മാരായ അഭിഷിക്തന്മാർ, അപ്പസ്തോലന്മാർ അതിനകത്തുണ്ട്. പക്ഷേ എന്നിട്ടും ആ കപ്പൽ ഛേദമുണ്ടായി തകർന്നു. അപ്പോൾ കുറേ നാളായിട്ട് കൊടുങ്കാറ്റും തിരമാലകളും എല്ലാം കൂടി വന്നിട്ട് ഒരു തരത്തിലും അവർക്ക് ഇനി ജീവിതം ഉണ്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആഹാര സാധനങ്ങൾ എല്ലായിടത്തും വലിച്ചെറിഞ്ഞു. ആരും ഷേവ് ചെയ്യുന്നില്ല, ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇത് ഒരു സ്ഥലത്ത് മുട്ടിത്തകരുമെന്ന് പറഞ്ഞു. പക്ഷേ ആളുകളാരും മരിച്ചു പോവില്ല. ഇത് വ്യക്തമായ ദൈവത്തിൽ നിന്ന് കേട്ടു. അതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ പേടിക്കണ്ട, കർത്താവ് നമ്മളോടുകൂടി തന്നെ ഉണ്ട്. പക്ഷേ ഈ കപ്പൽ തീർന്നു. കൊടുങ്കാറ്റ് അവിടെ ഉണ്ടായി, അതിശക്തമായ കൊടുങ്കാറ്റുണ്ടായി. സ്റ്റോംസ് ഡു നോട്ട് ഓൾവേസ് ഇൻഡിക്കേറ്റ് ഗോഡ്സ് ആബ്സെൻസ്. കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ അർത്ഥം ദൈവം ആബ്സെൻ്റ് ആണെന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ കൊടുങ്കാറ്റുണ്ടോ? ഈശാനമൂലം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ നോർത്ത് ഈസ്റ്റർ അതിഭയങ്കരമായ പ്രശ്നങ്ങളുടെ കാറ്റുകൾ നിങ്ങൾക്കെതിരെ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ പറയുന്നു, അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ വിട്ടുപോയെന്നല്ല, ദൈവം ഉപേക്ഷിച്ചെന്നല്ല, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു പക്ഷേ ദൈവഹിതത്തിൽ തന്നെ ആയിരിക്കാം. പക്ഷെ ദിസ് ഈസ് നോർമൽ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ഉണ്ട്. ദൈവപുത്രൻ, സാക്ഷാൽ ദൈവപുത്രൻ ആ വഞ്ചിയിലുണ്ടായിരുന്നു. യേശു ആ വഞ്ചിയിലുണ്ടായിരുന്നു. എന്നിട്ടും കൊടുങ്കാറ്റ് വന്നു. നമ്പർ 2, ഫിയർ ഗ്രോസ് വെൻ വി ഫോക്കസ് ഓൺലി ഓൺ ദ സ്റ്റോം. കൊടുങ്കാറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭയം വളരുന്നു. ഈ കൊടുങ്കാറ്റുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന തെറ്റ്. കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ കൊടുങ്കാറ്റിലേക്ക് നോക്കും, അയ്യോ ഇവിടെ നിന്ന് വരുന്നു, അവിടെ നിന്ന് വരുന്നു. ഈ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ. അപ്പോൾ അവിടെ ഈ ശിഷ്യന്മാർക്ക് പറ്റിയത് അത് തന്നെ. ശിഷ്യന്മാർ ഈ കാറ്റിങ്ങനെ വരുന്നത് കാണുന്നു, മറ്റു വള്ളങ്ങളൊക്കെ ഇങ്ങനെ തകിടം മറിയുന്നത് കാണുന്നു, തിരമാലകൾ എടുത്തടിച്ച് കപ്പലണ്ടി വറക്കുന്ന കണ്ടുണ്ട്, പാനിൽ അതുപോലെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട് അവരങ്ങ് ഭയപ്പെട്ടു. അവർക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയട്ടെ അവർക്ക് പറ്റിയ അബദ്ധം, they forgot who was in the boat. വഞ്ചിയിലുള്ള ആളെ അവർ മറന്നുപോയി. അകത്ത് യേശുണ്ട്, ഈ വഞ്ചിയിൽ തന്നെ ആളുണ്ട്, ഉറങ്ങുക. അതവർ യേശുവിലേക്ക് നോക്കുന്നതിന് പകരം അവർ ഈ കൊടുങ്കാറ്റിനെ നോക്കുന്നത്, തിരമാലകൾ കൊടുങ്കാറ്റ് മാത്രം നോക്കി പാനിക്കായി. അപ്പോൾ ഫിയർ മാഗ്നിഫൈസ് സർക്കംസ്റ്റാൻസസ്. ഭയമകത്തുള്ളപ്പോൾ ഈ സാഹചര്യങ്ങളുടെ കൊടുംക്രൂരത ഒന്നുകൂടെ ഭീകരമായി കാണും. ഈ ഭയത്തിൻ്റെ കണ്ണുകൾ ചെറുതിനെ പോലും വലുതായി കാണും ഭയമുള്ളപ്പോൾ. ഈ നല്ല പേടിയോടുകൂടി ഒരാളിങ്ങനെ രാത്രി നടക്കുക, നിലാ വിളിച്ച് ഇങ്ങനെ നടക്കുക, ഒരു കരിയല ഇങ്ങനെ അനങ്ങുമ്പോൾ തന്നെ അത് ഭൂതമാണ്, യക്ഷിയാണ്. ഈ ഭയമുള്ളതുകൊണ്ട്. ഭയമില്ലാത്ത ഒരാൾ നേരെ അങ്ങ് പോവുക, കരിയല അല്ലാത്ത എന്തായാലും എന്താ. ഭയപ്പെട്ടാണ് പോകുന്നതെങ്കിൽ പട്ടിയാണ് അവിടെ നിൽക്കുന്നത്, ഒരു നിഴല് പോലെ, കള്ളനാണ്. ഭയമുള്ളപ്പോൾ എല്ലാം ഭീകരമാവും, വലുതാവും. ഫെയ്ത്ത് റിമെമ്പേഴ്സ് ഗോഡ്സ് പ്രസൻസ്. എന്നാൽ വിശ്വാസമകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഇതെല്ലാം നമ്മുടെ അകത്തേക്ക് ഓർമ്മയിൽ കൊണ്ടുവരും. 56-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം നോക്കൂ. വെൻ ഐ ആം അഫ്രെയ്ഡ് ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു. ഞാൻ ഭയപ്പെടുമ്പോൾ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഉടൻ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക.
ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഐസയ 43:2, 43, ഏഷ്യാവിൻ്റെ പുസ്തകം 43:2 അവിടെ പറയുന്നത്, when you pass through the waters, I will be with you. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നു. എൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ പ്ലീസ് ഒരു നിമിഷം നോക്കുക. ഭയങ്കര കുട്ടികളുടെ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, ഒരു പക്ഷേ വാടക വീടിൻ്റെ പ്രശ്നം, ജപ്തി, ഇത് വലിയ പ്രശ്നങ്ങൾ. പക്ഷേ കർത്താവ് പറയുന്നു, നീ പോകുന്ന ഈ നദിയിലൂടെ നീ പോകുമ്പോൾ, വെള്ളത്തിലൂടെ പോകുമ്പോൾ, തീയിലൂടെ പോകുമ്പോൾ ഞാനുണ്ട് കൂടെ. കർത്താവ് കുഞ്ഞ് ഞാനും ഉണ്ട് കൂടെ. നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് നദിയിലൂടെ പോകാം, ഒരുമിച്ച് തീയിലൂടെ പോകാം. 2 Chronicles 20:12, 2 ദിനവൃത്താന്തം 20:12 അവർ eyes are on you. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ മേലാകുന്നു. പതിപ്പിക്കണം, കണ്ണുകൾ അവൻ്റെ മേൽ പതിപ്പിക്കുക. കാരണം ഫോക്കസ് ഷേപ്സ് ഇമോഷണൽ ആറ്റ്മോസ്ഫിയർ. നമ്മുടെ വൈകാരികമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നത് നമ്മൾ എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. കൊടുങ്കാറ്റിലാണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ വൈകാരിക മണ്ഡലത്തിൽ വ്യത്യാസം വരും. യേശുവിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ വൈകാരിക മണ്ഡലത്തിൽ അതിൻ്റെ അന്തരീക്ഷം മാറും. നമ്പർ 3, ജീസസ് ഹാസ് അതോറിറ്റി ഓവർ വാട്ട് ത്രെറ്റൻസ് യു. നിങ്ങളെ ഇന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്താണോ അതിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഒന്നുകൂടെ, നിങ്ങളെ ഇപ്പോൾ എന്താണോ ഭീഷണിപ്പെടുത്തുന്നത് അതിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. എല്ലാവരും കേട്ടില്ല? ഒന്നുകൂടെ, നിങ്ങളെ ഇന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. വിശ്വസിക്കാം. കൊടുങ്കാറ്റ്, തിരമാല, വടവൾ, യേശുവിന് അതിൻ്റെ മേലധികാരമുണ്ടെന്നുള്ളത് മറക്കരുത്. സകലത്തിൻ്റെയും മേലധികാരിയാണ് അകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ആക്ഷൻ നോക്കുക. ജീസസ് റെബ്യൂക്ക് ദ സ്റ്റോം വിത്ത് ഹിസ് വേർഡ്. ഈ കൊടുങ്കാറ്റിനെ യേശു എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? യേശു അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ കൊടുങ്കാറ്റിനെ, കാറ്റിനെ ശാസിച്ചു. നമ്മൾ ആരെയും ശാസിക്കുന്നത്? പിശാചിനെ ശാസിക്കാറുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഓടായി പെരുമാറുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ ശാസിക്കും, ഇല്ലേ? തിരുത്താൻ വേണ്ടിയിട്ട് ശാസിക്കും. ഇങ്ങനെ ഈ യേശു കൊടുങ്കാറ്റിനോട് ഇടപെട്ടത് ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെയാണ്. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. വാസ്തവത്തിൽ ഇവർ ഈ പോകുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അവർ പോയിക്കൊണ്ടിരുന്നത് ഗദരദേശത്തേക്കാണ്. ഗദരദേശത്തൊരു ഭൂതഗ്രസ്തൻ, ഭയങ്കരമായ പൈശാചിക ശക്തികളുള്ള ഭൂതഗ്രസ്തനായിട്ടുള്ള ഒരാളുടെ ഭൂതത്തെ പുറത്താക്കാൻ, ആ പൈശാചിക ശക്തികൾ തന്നെ ഇതറിഞ്ഞ് ദൈവപുത്രൻ വരുന്നു, തങ്ങൾക്ക് വെക്കേഷൻ നോട്ടീസ് കിട്ടി, ഇവിടുന്ന് താമസം മാറ്റേണ്ടി വരും എന്നൊക്കെ മനസ്സിലായി മുന്നമേ കണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കൊടുങ്കാറ്റായിട്ട് ആ പൈശാചിക ശക്തികൾ കോസ് ചെയ്ത ഒന്നായിട്ട് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. അതിൽ വാസ്തവം കാണും. സാധാരണ ഒരു പൂച്ച കയറി വരുമ്പോൾ നമ്മൾ അതിനെ വഴക്ക് പറഞ്ഞു പിടിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കൊടുങ്കാറ്റിനോട് യേശു പെരുമാറിയത് അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം പ്രപഞ്ച ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്, പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. നമുക്കെതിരെ എന്ന് വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ യേശുവിന് അധികാരമുണ്ടെന്നുള്ളത് മറക്കരുത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? വളരെ പെട്ടെന്ന് ഒറ്റ പ്രാവശ്യം, അനേക പ്രാവശ്യം ഞാൻ നിന്നെ ശാസിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഈ പരിപാടി ഒന്നും യേശു ചെയ്തില്ല. ഒറ്റ പ്രാവശ്യം ശാസിച്ചു. ആ സമയത്ത് തന്നെ മര്യാദക്ക് കാറ്റിന് കാതുണ്ട്, തിരമാലകൾക്ക് ചെവിയുണ്ട്. ദൈവപുത്രൻ പറഞ്ഞാൽ ആരാണ് ഈ ദൈവപുത്രൻ? തൻ്റെ വായിലെ വാക്കുകൊണ്ടാണ് ഇതിനെയൊക്കെ ഉണ്ടാക്കിയതനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ യേശു പറഞ്ഞു, കൊടുങ്കാറ്റനുസരിച്ചു, തിരമാല അനുസരിച്ചു, വിൻഡ് ആൻഡ് വേവ്സ് രണ്ടും അനുസരിച്ചു. കൊലോസ് ലേഖനം 1:16-17 വായിച്ചാൽ, all things were created through him and for him. സകലവും അവനിലൂടെയും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. സാം 107:29, 107 സങ്കീർത്തനം 29 വചനം. ഹീ സ്റ്റിൽ ദ സ്റ്റോം
ടു എ വിസ്പർ. അവൻ ദൈവം വലിയ കൊടുങ്കാറ്റിനെ വെറും ഒരു വിസ്പർ ചെയ്യില്ലേ, നമ്മൾ മന്ത്രിക്കുക എന്ന് പറയില്ലേ, കുശൂഷിക്കുക എന്ന് പറയില്ല, അതുപോലെ ഷൂവാക്കുകൾ. ലൂക്കോസ് 8:25 കർത്താവ് ചോദിക്കുക, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി എന്ന് കർത്താവ് ചോദിക്കുക. ബിക്കോസ് നത്തിങ് ഇൻ ക്രിയേഷൻ ഓപ്പറേറ്റ്സ് ബിയോണ്ട് ക്രൈസ്റ്റ് അതോറിറ്റി. യേശു കർത്താവിൻ്റെ അധികാരത്തിൻ്റെ മുകളിൽ പ്രവർത്തനശേഷിയുള്ള ഒന്നും നിലവിലില്ല, ഇന്ന് പ്രപഞ്ചത്തിലില്ല. സകലവും അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണെന്നുള്ള കാര്യം മറക്കരുത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ക്രൈസ്റ്റ് അതോറിറ്റി സ്റ്റിൽ സ്പീക്സ് പീസ്. കർത്താവിൻ്റെ അധികാരം ഇന്നും ഉയർന്നു പൊങ്ങുന്ന തിരമാലകളോടും വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളോടും സമാധാനപരമായി അടങ്ങാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വീശിയടിക്കുന്ന എത്ര വലിയ ടൊർണേഡോ ആയാലും കൊടുങ്കാറ്റായാലും എത്ര ശക്തമായ കാറ്റായാലും അതിൻ്റെ മുകളിൽ അധികാരമുള്ള യേശുവുമായി നിരന്തരമായൊരു സമ്പർക്കം പുലർത്താമെങ്കിൽ തക്ക സമയത്ത് അവൻ എഴുന്നേറ്റ് അതിനെ ശാസിച്ച് അതിനെ വിസ്പർ പോലാക്കികളെ, ഒന്നുമില്ലാതാക്കികളെ. ഒരു ഹല്ലേലൂയ പറ. നമ്പർ 4, God often produces inner calm before external calm. ദൈവം പലപ്പോഴും ആന്തരികമായ ശാന്തത ആദ്യം നൽകിയ ശേഷമാണ് ബാഹ്യമായ ശാന്തത നൽകുന്നത്. ഏത് വിഷയത്തിലും ദൈവം പ്രവർത്തിക്കുന്ന രീതി ഇതാണ്. അതായത് ഗോഡ്സ് മോഡസ് ഓപ്പറാൻഡായി എന്ന് പറയുന്നത് ആദ്യം അകത്ത് സ്വസ്ഥത, ശാന്തത, അതിനുശേഷം പുറത്ത് സ്വസ്ഥത. കാരണം സംടൈംസ് ഗോഡ് ചേഞ്ചസ് ദ സ്റ്റോം ഇമ്മീഡിയറ്റ്ലി. ചില സമയത്ത് കൊടുങ്കാറ്റിനെ കർത്താവ് പെട്ടെന്ന് നടക്കും. സംടൈംസ് ഹി ഫസ്റ്റ് സ്ട്രെങ്തൻസ് ദ ഹാർട്ട് വിതിൻ ദ സ്റ്റോം. ചില സമയത്ത് കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ഹൃദയത്തിനൊരു ശാന്തത തരും, എന്നിട്ടാണ് പുറത്തെ കാറ്റിനെ അടക്കുന്നത്. ഫിലിപ്പ് ലേഖനം 4:6-7 വരെ വായിക്കുമ്പോൾ ദ പീസ് ഓഫ് ഗോഡ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. ഇവിടെ കണ്ടോ, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും എന്ന് പറഞ്ഞിരിക്കും. യേശയ്യാവിൻ്റെ പുസ്തകം 26:3 പറയുന്നത് പെർഫെക്റ്റ് പീസ് ഫോർ ദ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്. ഹൃദയം ഉറച്ചിരിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനം എന്ന് പറഞ്ഞിരിക്കുക. അതായത് ഹൃദയം ഉറച്ചിരിക്കുകയാണെങ്കിൽ പൂർണ്ണ സമാധാനം കിട്ടും. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. 112 സങ്കീർത്തനം 7 നോക്കൂ. ദെയർ ഹാർട്ട്സ് ആർ സെക്യൂർ ആൻഡ് വിൽ നോട്ട് ഫിയർ. അവരുടെ ഹൃദയങ്ങൾ വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നവർ ഭയപ്പെടുകയില്ല, അവർ ഭയപ്പെടേണ്ടി വരികയില്ല. ഈ ഒത്തിരി അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ സാക്ഷ്യം പറയാറുണ്ട്. ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ അനേക വർഷങ്ങളായി കണക്കറ്റ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നർ പീസ് എന്ന് പറയുന്നത് ഒരു മിറക്കിളാണെന്നറിയാമോ? അകത്തൊരു വലിയ സമാധാനം, ഇന്നർ പീസ്, അതും ഒരത്ഭുതമാണെന്നുള്ളത് മറക്കരുത്. ഇന്നർ പീസ് ഈസ് ഓൾസോ എ മിറക്കിൾ. അകത്തൊരു വലിയ സമാധാനം ഉണ്ടാകുന്ന ഒരു അത്ഭുതമാണ്. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനത്തോടെ കൂർക്കം വലിച്ചുറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ്. ഒത്തിരി പേർക്ക് പറ്റുന്നില്ല, ഒത്തിരി ഗുളിക കഴിച്ചിട്ടുറങ്ങുന്നില്ല. ആ സ്ഥാനത്ത് സ്വസ്ഥമായിട്ട് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ് കുഞ്ഞെ. പറയപ്പെടുന്നത് എങ്ങനെയാണ്, ഈ കടലിൻ്റെയൊക്കെ മുകളിൽ അതിഭയങ്കരമായ തിരമാലകൾ മീറ്റർ കണക്കിന് അടിച്ചുയരുമ്പോഴും ഈ കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ശാന്തമാണ്. വലിയ കറണ്ടുകളൊക്കെ ഇങ്ങനെ മുകളിൽ ഒരു പ്രത്യേക ലെവലിലൊക്കെ നടക്കുമ്പോഴും ഏറ്റവും അടിത്തട്ടിൽ വളരെ ശാന്തം, സ്വസ്ഥം. അപ്പോൾ ഡെപ്ത് ക്രിയേറ്റ്സ് സ്റ്റെബിലിറ്റി. ആഴമുണ്ടെങ്കിൽ, നമുക്കൊക്കെ ആഴമുണ്ടെങ്കിൽ, വിശ്വാസത്തിനും വചനത്തിലുമൊക്കെ ഭയങ്കര ആഴമുണ്ടെങ്കിൽ നമ്മളങ്ങ് സ്റ്റേബിളാവും പ്രശ്നങ്ങളുടെ നടുവിൽ. അപ്പോൾ ഈ മാസം ദിസ് ഇസ് ദ മന്ത് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലേ? നമ്മളെയൊക്കെ ഉറപ്പിച്ച് നിർത്തുന്നൊരു മാസമാണ്. അസാധാരണമായി നമ്മളെയൊക്കെ ഉറപ്പിക്കുന്നൊരു മാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. 1, ഡു നോട്ട് പാനിക് ഇൻ ദ സ്റ്റോം. വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ സംഭ്രമിക്കരുത്. എൻ്റെ അർത്ഥം കർത്താവ് എന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് വേറെ ആരുമില്ലേ എന്നാണ് എൻ്റെ അർത്ഥം. ഇല്ല, കൊടുങ്കാറ്റിൽ യേശു ഉണ്ട്. ജീസസ് ഈസ് സ്റ്റിൽ പ്രസൻറ്റ് ഇൻ എ ബോട്ട്.
നിങ്ങളുടെ വഞ്ചിയിൽ, തോണിയിൽ, ചില വേദപുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ പടകിൽ കർത്താവ് ഹാജരുണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഹിസ് അതോറിറ്റി ഹാസ് നോട്ട് വീക്കൻഡ്. യേശുവിൻ്റെ അധികാരത്തിന് ശോഷണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതുപോലെ അധികാരമുണ്ട്. അതുപോലെ ഇന്നർ പീസ് ഹാസ് നോട്ട് ഡിസപ്പിയർഡ്. നിങ്ങളുടെ അകത്ത് കർത്താവ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിനെ നമ്മളൊന്ന് ഉണർത്തിയെടുത്താൽ മാത്രം മതി. ഇനി അഥവാ പെട്ടെന്ന് പാനിക്കായി, ഭയം വരുന്നു, എല്ലാം കൂടി വന്നു കഴിഞ്ഞാലും ഫിക്സ് യുവർ ഐസ് അപ്പോൺ ഹേം. കണ്ണുകൾ അവൻ്റെ മേൽ പതിപ്പിച്ച് അവനിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ അല്പവിശ്വാസത്തെ സഹായിക്കണേ, രക്ഷിക്കണേ, ഒരൊറ്റ കരച്ചിൽ കരഞ്ഞാൽ ബാക്കി കാര്യം കർത്താവ് ചെയ്തോളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടാമോ? കർത്താവേ, ഇന്നത്തെ വചനം കേട്ട് എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ അകത്ത് സ്വസ്ഥത ഉണ്ടാകട്ടെ, ശാന്തത ഉണ്ടാകട്ടെ, കൊടുങ്കാറ്റ് ശമിക്കട്ടെ. പ്രശ്നങ്ങളുടെ തിരമാലകളും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ നടുവിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആന്തരിക സമാധാനം അനുഭവിക്കാനും സ്വസ്ഥതയിലേക്ക് പോകാനും ശാന്തമായ തുറമുഖത്തെത്താനും എല്ലാവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവവചനം അകത്ത് വന്ന് സമ്പുഷ്ടമായി നിറഞ്ഞിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക. ഈ സമയത്ത് കൈകൾ നീട്ടാമോ? കർത്താവേ, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റാവശ്യങ്ങളിരിക്കുന്നവർക്കായി ഞാൻ ഈ സമയത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഓരോരുത്തരുടെ അകത്തും ഈ ജനറലായിട്ടാണിത് പറയുന്നതെങ്കിലും ഓരോരുത്തരോടും വ്യക്തമായി അങ്ങ് ഇതിലൂടെ എല്ലാം സംസാരിക്കണമേ. ഓരോ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ശൂന്യതയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ ശൂന്യത കർത്താവ് മാറ്റിക്കൊടുക്കണമേ. താങ്ക് യു ജീസസ്. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് ചെസ്റ്റ് പെയിൻ ഉള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാരിയലുകൾക്ക് പ്രശ്നമുള്ള ചിലരെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് പല പ്രാർത്ഥന വിഷയങ്ങൾ കാണും. ഒരുപക്ഷെ ഒത്തിരി പേരുടെ കയ്യിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് അയക്കാം. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കാണുന്നുണ്ട്, അതിൽ അയക്കാം. അല്ലെങ്കിൽ കോൾ ചെയ്യാം. നിങ്ങൾക്ക് ശുശ്രൂഷക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രെയർ ലൈൻ നമ്പറിലേക്ക് വിളിക്കാം. നാളെ സൺഡേ ആണ്, മറക്കരുത്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേയിൽ സാധിക്കുന്നവരെല്ലാം വന്ന് ആരാധനയിൽ സംബന്ധിക്കുക. കർത്താവ് എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.